ഇന്നത്തെ സൺഡേ എപ്പിസോഡിൽ ശൈത്യയാണ് ഔട്ടായത്. ശൈത്യ ഔട്ടാവുന്ന കുറേ യൂട്യൂബ് ചാനൽസിലൊക്കെ വന്നിരുന്നു. അവർ പറഞ്ഞ പോലെ തന്നെ ശൈത്യ ഔട്ടായി. ശൈത്യ ഒരു നല്ല പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. നല്ലൊരു ഗെയിമർ അല്ല പുള്ളിക്കാരി. പുള്ളിക്കാരി അനുമോളുടെ ഒപ്പം നിന്നു ആദ്യം. പുള്ളിക്കാരിക്ക് എപ്പോഴും ഒരാൾ കൂടെ വേണമെന്ന് തോന്നി. അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് വീക്കൊക്കെ അനുമോളുടെ കൂടെ നിന്നു. പിന്നെയാണ് പുള്ളിക്കാരി സ്ട്രോങ് ആയി തുടങ്ങിയത്. അപ്പോൾ പിന്നെ അനുമോൾ ഇല്ലെങ്കിലും തനിക്ക് പോകാം എന്നുള്ളതായപ്പോൾ അനുമോളിൽ നിന്ന് അനുമോൾ റോങ് ആണെന്ന് ചിലപ്പോൾ തോന്നിയത് കൊണ്ടാകും അനുമോളിൽ നിന്ന് മാറി ഗെയിം കളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും പ്രേക്ഷകർക്ക്, നമ്മൾ കാണുന്നവർക്ക് അപ്പോഴേക്കും ശൈത്യയെ ഇഷ്ടമല്ലാതെയായി. അങ്ങനെ ശൈത്യ ഔട്ടായി. അത് ശൈത്യ ഔട്ടാണെന്ന് നമുക്ക് അറിയാമായിരുന്നു. പിന്നെ ആര്യനും ജിസേലുമാണ് വന്നത്. അവരൊരിക്കലും ഔട്ടാവില്ല. മോഹൻലാൽ ജിസേലിന് അത്യാവശ്യം പൊക്കിയിട്ടുണ്ട് കേട്ടോ ഈ വീക്കിൽ. ജിസേല് അത്രയും കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ആര്യനും കുറച്ച് കഴിഞ്ഞ വീക്കിൽ കുറഞ്ഞിട്ടാണെങ്കിൽ ഈ വീക്കിൽ ആര്യനും കൂടിയിട്ടുണ്ട്. അങ്ങനെ അവരെ നല്ല രീതിയിൽ മോഹൻലാൽ സപ്പോർട്ട് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ സപ്പോർട്ട് ചെയ്ത് നല്ല ജിസേലാണ് മറ്റുള്ളവരുടെ മുൻപിലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും. പിന്നെ മസ്താനിക്കാണ് ഈ സൺഡേ എപ്പിസോഡിൽ നല്ലോണം കുട്ടി കിട്ടിയത് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന്. മസ്താനി ഗെയിം കളിക്കുന്ന രീതി വളരെ മോശമാണ്, അത് നമുക്കും തോന്നി. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം അക്ബർ ഈ വീക്കിൽ നല്ല ഒരു പ്ലെയറായിട്ട് മാറിയിട്ടുണ്ട്. അക്ബറിന് അപ്പാനില്ലാത്ത കാരണം ഒറ്റയ്ക്ക് നിന്ന് മിക്കവാറും ടോപ്പ് 5 അല്ലെങ്കിൽ തന്നെ വിന്നർ ആവാനുള്ള ചാൻസ് വരെ അക്ബറിനുണ്ട്. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ അനുമോൾക്കാണ്. അത് ഏത് നിമിഷം മാറി മറിയാം, കാരണം ഇനി എപ്പിസോഡ്സ് ഉണ്ട്. അപ്പോൾ ഈ വീക്കിൽ ശൈത്യ ഔട്ടായി. ജിഷിന് ഒരു വൈറ്റ് ടീഷർട്ട് കിട്ടി മോഹൻലാലിൻ്റെ ഗിഫ്റ്റായിട്ട്. ജിഷിന് അതിൽ നല്ല സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ജിഷിനും ഒന്ന് നന്നായി ആലോചിച്ച് ഗെയിം കളിക്കും. വന്ന ആ ഒരു ഇതിൽ അവരെല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്തു. കുറേ ഹെയ്റ്റൊക്കെ വാങ്ങിയെന്നാണ് എനിക്ക് തോന്നിയത്. ഇനി അവരെല്ലാവരും നന്നായി കളിക്കും. നെവിനും ഗെയിം മാറ്റി. ഇനിയിപ്പോൾ ശൈത്യ ഔട്ടായിട്ട് അനുമോൾ ഒറ്റയ്ക്ക് നിൽക്കും. കാരണം ആദിലും നൂറിയും കളം മാറ്റി ചവിട്ടി. മസ്താനി അനുവിൻ്റെ കൂടെ നിന്നാലും അനു അടുപ്പിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം മസ്താനിയുടെ മുഖം ശരിക്കും അനുമോൾ കണ്ടതാണ് ശരത്തൊക്കെ ഔട്ടായപ്പോൾ മസ്താനി തുള്ളിച്ചാടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാളെ കൂടെ കൂട്ടിയാൽ എന്തായാലും മസ്താനി അനുമോളെ അവസാനം ചതിക്കും. അത് നമുക്കത് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അനുമോൾ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതുപോലുള്ള അബദ്ധങ്ങളിലൊന്നും ഇനി ചെന്ന് ചാടാതെ അനുമോൾ നന്നായി ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നാളെ വരുന്ന എപ്പിസോഡ്സൊക്കെ നമുക്ക് കാണാം. ഇപ്പോഴും ഞാൻ പറയുന്നു, അവിടെ അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരു നല്ല പ്ലെയറാണ്. അനീഷ് വന്നപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അതിൻ്റെ ഇടയിൽ കുറച്ച് വെറുപ്പിക്കലുണ്ടായിരുന്നു. അത് മോഹൻലാൽ പറഞ്ഞപ്പോൾ ആ വെറുപ്പിക്കൽ മാറ്റി. ഇപ്പോൾ അനീഷ് നല്ലൊരു ഗെയിമറാണ്. അക്ബറും കയറി വന്നിട്ടുണ്ട്, അനുമോളുമുണ്ട്, ജിസയിലുമുണ്ട്. ഇവരൊക്കെയാണ് കയറി വന്ന ആൾക്കാർ.